ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഖസാക്കിലെ ഒത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപിച്ചാമല്ലാക്ക റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 വെള്ളക്കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. സയ്യദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ സയ്യദ് മിയാൻ ഷെയ്ഖ് ആകട്ടെ സഞ്ചരിച്ചത് ചടച്ച അവശനായ ഒരു പാണ്ഡൻ കുതിരയുടെ പുറത്തായിരുന്നു. ഇതിഹാസം കേട്ടിരുന്ന ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അത് എതുക്കുമല്ലാക്ക പറഞ്ഞു, അതുക്കു തൊണ പടച്ചതമ്പുരാൻ സയ്യദ് മിയാൻ ഷെയ്ഖ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കുതിരയെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴയ്ക്കുമ്പോഴെല്ലാം പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മുടന്തനായ അവശനായ സഹജീവിയോടുള്ള കരുതലുണ്ടല്ലോ, ആ കരുതലിന്റെ പേരാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഒരു നൈതികതയായി മാറി കാണുന്ന ഒരു ജനതയെ സ്വപ്നം കണ്ട നാട്ടിലാണ് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അവിനാഷ് വാൽമീകി എന്നും റോഷ്നി വാൽമീകി എന്നും പറയുന്ന 2 കുട്ടികളെ കെട്ടിയിട്ട് തല്ലിക്കൊന്നത്. ഇപ്പൊ തല്ലിക്കൊല്ലുന്ന കുട്ടികളുടെ പേര് പോലും നമ്മൾ ഓർക്കണില്ല.